അക്കോ പെറ്റൽസിന്റെ പുതിയൊരു സെയിൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു അടിപൊളി പ്ലാന്റ് ആണ്. വീഡിയോ മൊത്തമായിട്ട് കാണുക, എന്നാലാണ് ഈ സുന്ദരിയുടെ ആ ഒരു അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഹവായി പിങ്ക് ആണ്. നിങ്ങൾ അധികം കണ്ടിട്ടില്ലല്ലോ എൻ്റെ സെയിൽ വീഡിയോയിൽ. നമ്മൾ എപ്പോഴും ഹവായി യെല്ലോ റോസ് ആണ് സെയിൽ ചെയ്യാറ്. ഒത്തിരി ആളുകൾ ഓർഡർ ചെയ്യുന്നു, പ്രീ ഓർഡർ ചെയ്യുന്നു. മദർ പ്ലാന്റ്സിന് വേണ്ടി പ്രീ ബുക്കൊക്കെ ചെയ്തിട്ട് വാങ്ങുന്ന പ്ലാന്റ്സ് ആണ്. ഈ ഹവായി ഗണത്തിൽ പെടുത്തിയിട്ടുള്ള ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ. വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, പിങ്ക് ഉണ്ട്. അതിൽ കിട്ടാൻ കുറച്ച് റയർ ഈ പിങ്ക് ആണ്. യെല്ലോയും അങ്ങനെ തന്നെയാണ്, പക്ഷെ നമുക്കിപ്പോൾ യെല്ലോ കുറച്ചധികം ലഭ്യത കൂടുതലാണ്. മദർ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഏകദേശം കിട്ടുന്നുണ്ട്, പ്രീ ഓർഡർ അനുസരിച്ച് കൊടുക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് പിങ്ക് ആണ് വന്നിട്ടുള്ളത്. അതിസുന്ദരിയായിട്ടുള്ള വലിയ ഫ്ലവർ തരുന്ന ഹവായി പിങ്ക് റോസ് കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള റോസുകളൊക്കെ നന്നായിട്ട് ഫ്ലവർ തരണമെങ്കിൽ, അതുപോലെ തന്നെ ഇത്രയും വലിപ്പം നിങ്ങൾക്ക് തരണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള വളങ്ങളും, അതുപോലെ ജൈവവളം അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്, അതനുസരിച്ചിട്ടുള്ള വളങ്ങളും, പിന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ ഇവർക്ക് ഇപ്പോൾ പുതിയ തളിരൊക്കെ വരുമ്പോൾ അതൊക്കെ മുരടിച്ച് പോകാതിരിക്കാൻ വേണ്ടി അതിൽ സ്പ്രേ ചെയ്യുന്ന മരുന്നുകളും കാര്യങ്ങളും, പിന്നെ അതുപോലെ കീടങ്ങളൊക്കെ ആക്രമിക്കുമ്പോൾ അതിന് വേണ്ടി നമ്മൾ സ്പ്രേ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ അതിൻ്റെ പേരൊന്നും പറയാത്തത്, എനിക്ക് കൃത്യമായിട്ട് ഞാൻ അങ്ങനെ ചെടികൾ പരിപാലിച്ച് വളർത്താത്ത ഒരാളായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഇപ്പോൾ മറ്റു വീഡിയോസൊക്കെ കേട്ടിട്ടാണെങ്കിലും ഞാനത് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഞാനത് പറയാത്ത കേട്ടോ. എനിക്കതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും എനിക്കറിയാം, എൻ്റെ നിന്ന് റോസ് വാങ്ങുന്നവരൊക്കെ ഒത്തിരി കളക്ഷൻസ് ഉള്ളവരാണ്, അത് എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ആദ്യമായിട്ട് റോസൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലുള്ള പ്ലാന്റ്സ് എടുക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, കൃത്യമായിട്ട് ഇങ്ങനെയുള്ള റോസുകളെ എങ്ങനെ പരിചരിക്കും എന്നൊക്കെ പഠിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള പ്ലാന്റ്സ് വാങ്ങാനായിട്ട്. പ്രത്യേകിച്ച് മദർ പ്ലാന്റ്സ് ഒക്കെ, നോർമൽ സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് അല്ലെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ മദർ പ്ലാന്റ് ഒക്കെ വാങ്ങുമ്പോൾ കുറച്ചും കൂടി അലേർട്ടായിട്ട് എങ്ങനെ നടണം, എങ്ങനെ പരിപാലിക്കണം, ജസ്റ്റ് ഈ പ്ലാന്റ് നിങ്ങൾ പോട്ട് ചെയ്ത് വെക്കുന്ന സ്ഥലം വരെ കറക്റ്റായിട്ടുള്ള ഒരു ഇതായിരിക്കണം. കാരണം കൊറിയർ വഴി വരുന്ന പ്ലാന്റ് ആണ്. നമ്മുടെ അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ല രീതിയിൽ ഇവരെ ഒന്ന് സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വളം, നമ്മുടെ മണ്ണ്, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം എല്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ആദ്യമായിട്ട് വാങ്ങുന്ന ആളുകൾ കൊറിയർ വഴി റോസ് പ്ലാന്റ്സ് എന്നല്ല ഏതൊരു പ്ലാന്റ്സ് ആണെങ്കിലും പർച്ചേസ് ചെയ്യുക കേട്ടോ. അല്ല നിങ്ങൾ ഫസ്റ്റ് ടൈം വാങ്ങുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള പ്ലാന്റ്സ് നിങ്ങളോട് വാങ്ങാൻ പറയില്ല. ആദ്യം തന്നെ റെഡ് പിനോക്കിയോ, അതുപോലെ തന്നെ നമ്മുടെ കാശ്മീരി റോസ്, അങ്ങനെയുള്ള റോസുകളൊക്കെ ഒന്ന് വളർത്തി നോക്കിയിട്ട് മാത്രം നല്ല വലിയ പരിചരണം കൊടുക്കേണ്ട പ്ലാന്റ്സ് ഒക്കെ വാങ്ങാം കേട്ടോ. ഹവായി യെല്ലോ, വൈറ്റ്, പിങ്ക് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഫ്ലവർ തരുന്ന റോസ് പ്ലാന്റ്സ് ആണ്. അവർക്ക് അതിൻ്റെതായ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട്. അവർ വളർന്നു വരുന്നത് ഒരു സാഹചര്യം. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമ്മളും അങ്ങനെ കൊടുക്കണമെങ്കിലാണ് ഇവർ ഇത്രയും നല്ല ഫ്ലവർ ഉണ്ടാവുള്ളൂ. DAP പോലുള്ള വളങ്ങളൊക്കെ കൊടുക്കണം. ഞാൻ എപ്പോഴും പാക്ക് ചെയ്യാൻ നേരത്ത് കാണുന്ന ഒരു ഇതാണ് DAP. ആ പോട്ട് നിറച്ച് നമ്മൾ ഈ മണ്ണ് മാറ്റിയിട്ടാണല്ലോ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് തരുന്നത്, നിറച്ച് DAP ആണ്. അപ്പോൾ തന്നെ നമുക്ക് ഒരുവിധം നമ്മൾ കൺക്ലൂഷനിൽ എത്തി, DAP കൊടുത്താണ് ഇത്രയും വലിപ്പം വെച്ചേക്കണേന്ന്. അപ്പോൾ DAP എന്ന് പറഞ്ഞ സംഭവം ഒരു കില്ലാടിയൊക്കെ തന്നെയാണ്. നിങ്ങൾ അതൊക്കെ വാങ്ങി നോക്കുക. ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ വാങ്ങി നോക്കുക കേട്ടോ. മിക്കപ്പോഴും പാക്ക് ചെയ്യുമ്പോൾ ഒരു ലോഡ് DAP ആണ് പോട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഹവായി പിങ്കിൻ്റെ സൗന്ദര്യമൊക്കെ നിങ്ങൾ ആസ്വദിച്ചല്ലോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം, പ്രീ ഓർഡർ ചെയ്യാം. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് വന്നിട്ടുള്ളത്. എപ്പോഴും കിട്ടുന്ന ഒരാളും അല്ല കേട്ടോ. ഇതിപ്പോൾ ഒരു സീസൺ പോലെയാണ്. നല്ല റോസുകൾ വന്നു തുടങ്ങിയ ഒരു ടൈമാണ്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ഒക്കെ എടുക്കുക. പിന്നെ നോർമൽ പ്ലാന്റ്സ് ഒക്കെ എല്ലാവരുടെയും കയ്യിലും ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. ഇപ്പോൾ കാശ്മീരി റോസ്, ബട്ടൺ റോസ്, ഇതൊക്കെ എപ്പോഴും എല്ലാവരുടെയും കയ്യിലൊക്കെ ഉള്ള പ്ലാന്റ് ആണ്. ഇനി അഥവാ നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. ഞാനത് പ്രത്യേകം ഒരു വീഡിയോ ചെയ്യുന്നില്ലെന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ചെയ്യാത്ത ഒത്തിരി പ്ലാന്റ്സ് നമ്മുടെ കാറ്റലോഗിലുണ്ട്, ഞാൻ വീഡിയോ ചെയ്യാത്ത. അതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്, ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ. ഞാൻ കൂടുതലും വ്യത്യസ്തമായിട്ട് നമ്മുടെ ഗാർഡനിലുള്ളത് മാത്രമേ പരിചയപ്പെടുത്താറുള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെ ഏതു നേരം വീഡിയോ ഇടുന്ന ഒരാളല്ല. ഇതുപോലെ ലോഡ് വരുന്ന സമയത്ത് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രം കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നു. അത് തന്നെ നല്ല ലെങ്ത്തിലാണ് പോകുന്നത്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഉള്ളതെല്ലാം ഞാൻ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടുതലായിരിക്കും. അപ്പോൾ എനിക്ക് ഈ ഒരു സുന്ദരി റോസിനെ കിട്ടിയിട്ടുണ്ടല്ലോ,
എത്ര ദിവസം വെയിറ്റ് ചെയ്ത് ഞാൻ എടുത്ത ഒരു വീഡിയോ ആണെന്ന് അറിയാമെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോയുടെ ഞാൻ ഷൂട്ട് ചെയ്ത ഭംഗിയല്ല നിങ്ങളോട് പറയുന്ന, ഫ്ലവർ വിരിയാൻ ഞാൻ കാത്തിരുന്ന കേട്ടോ. ഒത്തിരി ടൈം എടുക്കും വിരിയാൻ, കാരണം പെറ്റൽസ് കൂടുതലാണ്, വലിപ്പമുള്ള ഫ്ലവറാണ്, ഒത്തിരി ടൈം എടുക്കും വിരിയാനായിട്ട്. ഏകദേശം 2 ആഴ്ച ഗാർഡനിൽ വന്ന് 2 ആഴ്ച സമയം എടുത്ത് ഇവരുടെ ബഡ് ഒന്ന് മെച്ചറായിട്ട് കിട്ടുമ്പോൾ തന്നെ വലിയ ബഡാണ്. പക്ഷേ ആ ബഡ് എന്നാലും ഒരു മെച്ചറായിട്ടില്ല, വിരിയുന്ന സ്റ്റേജ് ആയിട്ടില്ല. ഒത്തിരി ടൈം എടുത്ത് വിരിഞ്ഞ് കിട്ടിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അടിപൊളി റോസാണ്. ഇതുപോലെ നമ്മുടെ കഴിഞ്ഞ ലോഡിലൊക്കെ വന്ന ഒത്തിരി പ്ലാന്റുകൾ പൂവ് വിരിയാനുണ്ട്. ഞാൻ പതുക്കെ സെയിൽ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അടിപൊളി റോസാണ്, വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം, പ്രീ ഓർഡർ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.